ക്രിസ്മസ് അടുത്ത് വരുവാണ്. ഈ ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ അടുത്ത് വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലോട്ട് ആ പഴയ കാലത്ത് ഞാൻ കൊച്ചുനാളിൽ 5ലും 6ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ക്രിസ്മസ് ആണ്. ഇപ്പം ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ലൈറ്റ് ഇടുന്നുണ്ട്, ബൾബ് ഇടുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും പഴയതാണ് കൂടുതലും ഓർമ്മയിലേക്ക് വരുന്നത്. അതിനൊരു പ്രത്യേക ഒരു സന്തോഷവും ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരനെ കൂടെ കൂടി നമ്മളിങ്ങനെ ഓടി നടന്ന് കുറേ കമ്പും കോലും എല്ലാം വെട്ടി, ഈന്തല വെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് പുൽക്കൂട് ഉണ്ടാക്കും. അതുപോലെ ഒരു ട്രീ ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയൊരു മരം ഇങ്ങനെ പറമ്പിൽ കൂടെ എല്ലാം തപ്പി നടന്ന് അതിന് പറ്റുന്ന ഒരെണ്ണം വെട്ടി. അന്നത്തെ കൊച്ചുനാളിലായിരുന്നുകൊണ്ട് അതിനൊക്കെ ഇച്ചിരി ഈടും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെയാലും തോളെ വലിച്ചു കയറ്റി കൊണ്ടുവന്ന് മുറ്റത്ത് കൊണ്ട് നാട്ടി വെച്ചിട്ട് പിന്നെ അതേലെ പേപ്പറൊക്കെ ഒട്ടിച്ച് ഈ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന കാര്യത്തിനൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ കൂടും. ഇന്നാണെങ്കിൽ പങ്കാളി കൂടും. അപ്പം അതിനൊക്കെ വേണ്ട പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ പെരുന്നാൾ കൂടാനൊക്കെ കിട്ടുന്ന പൈസ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ് ഒരു വലിയ സന്തോഷം വരുന്നത്. പിന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കണമെന്നൊരിതിൽ അന്നും ഈ കേക്ക് മേടിക്കാനുള്ള സാമ്പത്തികമൊക്കെ കുറവാണ്. എന്നാലും ഒരു കേക്ക് മേടിക്കുമ്പം ക്രിസ്മസ് ആകുമ്പം ഒരു കേക്ക് മേടിച്ചില്ലെങ്കിൽ ആ സന്തോഷം പൂർണ്ണമാകുകയില്ല. എങ്ങനെയെങ്കിലും ഒരു കേക്കൊക്കെ സംഘടിപ്പിക്കും. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി ആ കേക്ക് മുറിക്കും. അതുപോലെ രാത്രിക്ക് ഞങ്ങളൊക്കെ കിടന്നു കഴിയുമ്പോഴാണ് സാധാരണ കരോള് വരുന്നത്. ഈ കരോള് വന്നു കഴിയുമ്പോഴത്തേക്കും ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചാടി ഏക്കും. ഇവർ വരുന്നത് കാണാൻ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. അതുപോലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ആ പുൽക്കൂടിലോട്ടൊക്കെ നോക്കി അങ്ങ് ഇരിക്കും. കാരണം ഉണ്ണീശോ കിടക്കുന്നതും മാലാഹമാരും അത് ആട്ടിടയന്മാരും അതുപോലെ ഔസേപ്പിതാവും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ അന്നത്തെ രീതിയിൽ. അന്നൊക്കെ ഈ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. നക്ഷത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ പറമ്പിലൊക്കെ പോയി ഈറ്റ ഉള്ളിടത്തു നിന്നൊക്കെ പോയി ഈറ്റ വെട്ടി അത് അതിൻ്റെ രീതിയിലൊക്കെ ഒന്ന് കണ്ടിച്ചെടുത്ത് അതിന് പ്രായമുള്ളവരെ കൂടെ കൂട്ടും, ചാച്ചനെ കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ രീതിയാക്കി അത് ഒട്ടിച്ച് അതെല്ലാം ഒന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കടലാസ് ഒട്ടിക്കണം. കടലാസ് ഒട്ടിച്ചിട്ട് അതിനകത്ത് തിരി വെക്കാനായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണം. എന്നിട്ട് ഇവനെ ഒരു മരത്തെ കൊണ്ട് ഒരു കയറിട്ടിട്ട് ഒരറ്റം താഴോട്ടിട്ട് അതിലൊന്ന് കെട്ടിയിട്ട് പരമാവധി ഇത് പൊക്കും. ചിലപ്പം പൊക്കി വരുമ്പോഴത്തേക്കും പലയിടത്തും കൊണ്ടെന്ന് വരില്ല. തിരിയെന്നൊക്കെ കത്തും. എന്നാലും വലിയ പ്രശ്നം ഇല്ലാതുകൊണ്ടൊക്കെ അത് പൊക്കി കയറ്റിയൊക്കെ വെക്കും. അത് കുറേ ദിവസത്തേക്ക് ഇതിങ്ങനെ ഇടുക, എല്ലാ ദിവസവും ഇതൊന്ന് കാണുക, ഇതൊരു വലിയ സന്തോഷമാണ്. പഴയ കാലത്തെ ആ ക്രിസ്മസിനോളം ഒന്നും ഇപ്പം പറ്റുന്നില്ല. അന്നത്തെ അതിൻ്റെ ചെറുപ്പമായിരുന്നല്ലോ. ആ ചെറുപ്പമായിരുന്നതിൻ്റെ ഉള്ള ഒരു വലിയ സന്തോഷം, കൂട്ടുകാരോട് കൂടി പള്ളിയിൽ പോവുക. ഈ തണുപ്പൊക്കെ ആണെങ്കിലും ആ തണുപ്പൊക്കെ ഒന്ന് കടിച്ചു പിടിച്ചൊക്കെ അങ്ങനെ പള്ളിയിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ണീശോയെ മുത്താനായിട്ട് ഒരു വലിയ തിരക്കാണ്. എങ്ങനെയെങ്കിലും ഉണ്ണീശോയെ മുത്തിയില്ല പറ്റത്തില്ല. അങ്ങനെ ആ തിരക്കിനകത്തൂടെയൊക്കെ പോയി ഉണ്ണീശോയെ മുത്തി എല്ലാം സന്തോഷമായിട്ട് വരും. അങ്ങനെ ക്രിസ്മസ് ആ പഴയ കാലത്ത് ഒരു വലിയ അനുഭവമായിരുന്നു. അത്രയും ഒരു അനുഭവം ഇന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് പ്രായമായി പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ക്രിസ്മസ് പാപ്പ ഇങ്ങനെ വീട്ടിൽ വരുമ്പം അന്നേരം ഒരു സന്തോഷമാണ്. അപ്പം അന്നേരം ഒരു സംശയമൊക്കെ ഉണ്ട്. ഈ ആദ്യകാലങ്ങളിൽ ഈ ക്രിസ്മസ് പാപ്പ ഒരു നമ്മുടെ കൂടെയുള്ളൊരു വ്യക്തിയാണ് ഈ ഒരുങ്ങി വരുന്നതെന്നൊരു തോന്നലില്ല. ഇന്നിപ്പം നമുക്ക് മനസ്സിലാകും അതിങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒക്കെ ഒരുങ്ങി വരുന്നത്. മറ്റേ നമ്മൾ അന്നത്തെ രീതിയിൽ ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറയുമ്പം ആരാണ് എന്ന് പോലും അറിയത്തില്ല. അല്ല, ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്ന ആളിതാണെന്നറിയാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്നൊന്നും അറിയത്തില്ല. പിന്നെ ദീപക്കാഴ്ച എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാൻ റൗണ്ടായിട്ട് പല നിറത്തിലുള്ള ചുമല, പച്ച, നീല ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തും ഇങ്ങനെ തിരി വെക്കാനായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇങ്ങനെ തിരി വെച്ചിട്ട് അതിങ്ങനെ പെരയുടെ ഇറമ്പൂഴിയെല്ലാം ഇങ്ങനെ തൂക്കിയിടും. അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കത്തുമ്പോഴത്തേക്കും ഒരു വലിയ സന്തോഷം. അപ്പം നക്ഷത്രമുണ്ട്, ട്രീ ഉണ്ട്, ദീപക്കാഴ്ചയുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പം തന്നെ പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കൂടുക, എന്നിട്ട് കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടുക, പാട്ട് പാടുക, രാത്രിയിൽ പള്ളിയിൽ പോകണം. രാത്രി പള്ളിയിൽ പോയെങ്കിൽ മാത്രമേ തൃപ്തിയാവുള്ളൂ. എന്നതാണെങ്കിലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഉറങ്ങാതെയൊക്കെ ഇരുന്നാണെങ്കിലും എങ്ങനെയാലും രാത്രി പള്ളിയിൽ പോയി ഉണ്ണീശോപ്പിറവി കൂടും. അന്ന് ഉണ്ണീശോപ്പിറവി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉണ്ണീശോപ്പിറവി എന്ന് പറയുമ്പം തന്നെ വലിയൊരു സന്തോഷത്തിൻ്റെ മേഖലയായിരുന്നു.
ഇന്നും അതൊക്കെ ഉണ്ട്. ഇപ്പം പ്രായമായെങ്കിലും പുൽക്കൂടുണ്ടാക്കുന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും മാറി നിൽക്കുന്നില്ല. എല്ലാ കൂട്ടവും ഉണ്ടാക്കും. ഇന്ന് പങ്കാളിയും കൂടെ ഒക്കെ കൂടി ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും. പക്ഷെ എങ്കിലും ആ കൊച്ചുനാളിൽ ഉണ്ടാക്കിയതാണ് ഇപ്പോഴും ഓർമ്മയിൽ. അതിൻ്റെ ഒരു വലിയ സന്തോഷം ഇന്നും മനസ്സിൽ നിന്ന് അങ്ങനെ മായാതെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ. ആ സന്തോഷമൊക്കെ ഞാനൊന്ന് പങ്കുവെക്കുമായിരുന്നു. അങ്ങനെ എല്ലാം സന്തോഷത്തിലൊക്കെ ആയി ഇപ്പോഴും ഞങ്ങൾ പുൽക്കൂടിനുള്ള തിരുതിയിലൊക്കെ നടക്കുവാണ്. പുൽക്കൂടുണ്ടാക്കാൻ കുറേ നക്ഷത്രവും ലൈറ്റും ഒക്കെ ഇട്ടു. ബൾബുകളാണ് ഇടുന്നത് നമ്മൾ. പഴയ പോലെ ഈ ദീപക്കാഴ്ചയൊന്നുമല്ല. ഇന്ന് ബൾബുകൾ ഏത് സൈസ് വേണമെങ്കിലും കിട്ടുവിടാനായിട്ട്. അതൊക്കെ ഇട്ട് പുൽക്കൂട് നല്ല ഭംഗിയാക്കി നല്ല നല്ല വെട്ടമൊക്കെ തെളിച്ച് നല്ലൊരു പ്രകാശമൊക്കെ ആയി. അത് കാണാനും ഒരു ഭംഗിയുണ്ട്. ഈശോയെക്കുറിച്ച് ഓർക്കാനും ഇന്ന് കുറച്ചുകൂടെ അറിവായി. ഈശോയെക്കുറിച്ച് ചിന്തിക്കാനും ഈശോയുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാനായിട്ട്. പഴയ കാലത്ത് അത്ര അറിവൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതിലും ഉപരി ഇപ്പോൾ കുറച്ചുകൂടെ ഈശോയെക്കുറിച്ച് അറിഞ്ഞ് ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കാൻ, ഈശോയുടെ ആ അവസ്ഥകളൊക്കെ ഒന്ന് ഈശോയുടെ കുറിച്ച് പുൽക്കൂട് മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് വരുമ്പോൾ ഈശോയുടെ ആ സ്നേഹം, മനുഷ്യരുള്ള ആ ഈശോയുടെ സ്നേഹം എത്രയോ വലുതാണെന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഒരവസരം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ക്രിസ്മസ്. ഇപ്പോഴത്തെ രീതിയിൽ ആ ഉണ്ണീശോ വന്ന് പിറക്കുന്നതിൻ്റെ ഒരു അനുഭവം നമുക്ക് പങ്കാളി പറഞ്ഞ പോലെ ഹൃദയത്തിൽ ഒന്ന് കൂടുതൽ. കൊച്ചുനാളെന്ന് പറയുമ്പം ഇതിലേറെ ഒരു ആഘോഷങ്ങളിൽ അങ്ങ് കൂടി പോകുമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഉൾക്കാഴ്ചയായിട്ടാണ്. ഇപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഉണ്ണീശോയുടെ ആ അനുഭവം, ഉണ്ണീശോ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവത്തിന്റെ മേഖലയുണ്ട്. അതാ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും നേരുവാണ്. അത് എല്ലാവരും അതുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.